വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പീനട്ട് വെച്ചിട്ടൊരു അടിപൊളി ഒരു സ്വീറ്റാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് ഒരു കപ്പ് പീനട്ട് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. 250 ml ഒരു കപ്പ് പീനട്ട് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ശരിക്കും ഒരു തമിഴ്നാട് സ്വീറ്റാണ്. നല്ല ഹെൽത്തിയാണ്, നല്ല ഡെലീഷ്യസ് ആണ് ഈ സ്വീറ്റ്. അതിലേക്ക് നമ്മൾ 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുക. അതായത് ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ചേർക്കുന്നത്. അതിനുശേഷം പഞ്ചസാര പൊടിച്ചത് 1/2 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പീനട്ട് ബട്ടറിന് നല്ല സ്വീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 1/2 കപ്പോ നിങ്ങൾക്ക് ആവശ്യാനുസരണം പഞ്ചസാര ചേർക്കുക. അതിനുശേഷം ഹണി ചേർത്ത് കൊടുക്കുക. ഞാനൊരു 2 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. 2 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. അതായത് ഇമ്മ്യൂണിറ്റിക്കൊക്കെ വളരെ നല്ല സാധനമാണ് ഹണി. അത് ചേർക്കുന്നത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് സ്വീറ്റ് ഉള്ളതുകൊണ്ട് വളരെയധികം ഇഷ്ടപ്പെടും. അതിനുശേഷം നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാം കറക്റ്റായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇത് ശരിക്കും തമിഴ്നാട് സ്വീറ്റാണ്. ഒരു ട്രഡീഷണൽ സ്വീറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മുടെ നാട്ടിൽ ശരിക്കും ഈ കപ്പലണ്ടി വെച്ചിട്ട് മിഠായി അങ്ങനത്തെ സ്വീറ്റാണ് നമ്മൾ കഴിച്ചിട്ടുള്ളത്. ഇത് വേറൊരു സ്വീറ്റാണ്. അതിലേക്ക് നമ്മൾ ഒരു 3 ടേബിൾ സ്പൂൺ പാലും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് കുറച്ചുകൂടെ ഒന്ന് ഒരു മിക്സ്ചർ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും അത് പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റായി കിട്ടും. എന്നിട്ട് നമുക്കൊരു പ്ലാസ്റ്റിക് ഒരു സ്ക്വയർ ബോക്സ് എടുക്കുക. വെളിയിലൊക്കെ വാങ്ങാൻ കിട്ടും അത്. അതിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ഈസി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിലേക്ക് നമ്മുടെ പീനട്ട് മിക്സ്ചർ ആഡ് ചെയ്ത് കൊടുക്കുക. ശരിക്കും ഇത് നല്ല ടേസ്റ്റാണ്. സ്വീറ്റോടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു ഡെസേർട്ടാണിത്. അങ്ങനെ നമ്മളത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ എല്ലാം ഇതിലും നന്നായിട്ട് ഷേപ്പായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് ചോക്കോ ചിപ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ചോക്കോ ചിപ്സോ നിങ്ങൾക്ക് സ്പ്രിങ്കിൾസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ചോക്കോ ചിപ്സാണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് 1 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാം. നമ്മുടെ പീനട്ട് ഫ്രഡ്ജ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. 4 സൈഡും ഒരു നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് പയ്യെ അതിൽ നിന്ന് എടുത്തിട്ട് ജസ്റ്റ് അതിൽ താഴെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതൊന്നൊരു എണ്ണ നമ്മൾ സ്പ്രെഡ് ചെയ്തതുകൊണ്ട് അത് ഇളക്കി വരും പെട്ടെന്ന്. 1 മണിക്കൂർ ഞാൻ വെച്ചോളൂ. അതിൽ കൂടുതൽ ടൈം വെക്കുവാണെങ്കിൽ കുറച്ചുകൂടെ കട്ടിയായിട്ട് കിട്ടും. ഇതതുകൊണ്ട് കുറച്ചുകൂടെ ഒന്ന് തിക്കാവാനുണ്ട്. എന്നിട്ട് നമ്മൾ സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. നമ്മുടെ പീനട്ട് ഫഡ്ജ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. കുട്ടികൾക്കെല്ലാം ട്രൈ ചെയ്ത് കൊടുക്കുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.